ഞങ്ങൾ പോയത് ഒരു ഫാം വിസിറ്റിനായിരുന്നു. സമ്മർ തുടങ്ങിയ പിന്നെ എല്ലാ വീക്കെൻഡും ഓരോ ബൂട്ട് സെയിലും കാർ ബൂട്ട് സെയിൽ അതുപോലെ എക്സിബിഷൻസ് ഫാം വിസിറ്റൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്യും. ഇവിടെ ഓർഗനൈസ് ചെയ്ത ഫാമുകാരും കൂടെ തന്നെ ചാരിറ്റി ഫണ്ട് റൈസേഴ്സും കൂടെ ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ ഓൺ ടൈമിന് തന്നെ അവിടെ എത്തി. എന്നിട്ട് പോലും അവിടെയുള്ള കാർ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലാവാറായിരുന്നു. ഞങ്ങൾ നേരെ കയറി. ആദ്യം നോർമലി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പശു തൊഴുത്തൊക്കെ കാണുന്ന പോലെ ആട്, പശു അങ്ങനെയുള്ള കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയി നിന്ന് ഈ ഹണി ഒറിജിനലാണോ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോയി. അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ പല ചെറിയ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡൊക്കെ കാണുന്നുണ്ട്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേറ്റിനൊന്നും വലിയ ഡിഫറൻ്റ് ഒന്നും ആയിരുന്നില്ല. എല്ലാ ഇതും സെയിം നിറത്തിൽ തന്നെയായിരുന്നു. ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഞാനിതുവരെ കാണാത്തതും ഈ ഷീപ്പ് ഷിയറിങ് ചെയ്യുന്നതായിരുന്നു. ഞാൻ ഇതുവരെ കാണാത്തത് തന്നെ ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ടത് നോക്കി നിന്നു കുറച്ച് സമയം. അവരത് കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ വൂളൊക്കെ ഷേവ് ചെയ്തെടുത്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോൾഡൊക്കെ ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് തന്നെ ഇതോടൊപ്പം തന്നെ ഇവരിത് നൂലാക്കുന്നതും നൂല് നെയ്തൊരു ഷോൾ ആക്കുന്നതും കണ്ടു. നോർമൽ നമ്മൾ മെഷീൻ ചെയ്യുന്ന ക്ലോത്തിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. അതുപോലെ ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈമും കൂടെ എടുക്കും. അവരോട് ചോദിച്ചപ്പോൾ അവർ ജസ്റ്റ് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു വീക്കൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എത്ര മണിക്കൂർ അതിനകത്ത് അവർ സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം ക്ലിയറായിട്ട് മനസ്സിലായില്ല. ക്ലിയറായി ചോദിച്ചില്ല. വൺ വീക്ക് ഓൾമോസ്റ്റ് എടുക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലെന്താ എന്ന് വെച്ചാൽ കുഞ്ഞു കുട്ടികൾക്ക് അത് അവർ ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ലൈനപ്പ് നിന്നിട്ട് അവരുടെ ഓപ്പർച്യൂണിറ്റി അവർ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിതിൽ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഫാമിലിക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്നില്ല അധികം. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ട്രാക്ടറിൽ റൈഡ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാക്ടർ റൈഡ് എന്ന് വെച്ചാൽ അവരുടെ ഫാമിൽ തന്നെ അവർ ഈ പശു ഷീപ്പിനെയൊക്കെ മേയാൻ വിടുന്ന ഏരിയയിലൂടെ ഒരു റൗണ്ട് പോയിട്ട് തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെയാണ് തിരിച്ച് എൻഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ബാച്ചുള്ള ആൾക്കാർ അതിനകത്തൊക്കെ കയറും. ഇത് കഴിഞ്ഞ് വന്ന് നമ്മൾ കുറച്ച് സമയം അതിനകത്ത് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൃഷിക്ക് ഉപയോഗിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ മെഷീൻസും തന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുഞ്ഞു പിള്ളേർക്ക് കയറാനും അത് കാണാനും എന്തൊക്കെയാണെന്ന് അറിയാനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാൾ കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സാധനം, ട്രാക്ടറിൻ്റെ പോലെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു മെഷീൻ, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പറയാനും, വലിയ ക്രെയിന്, പിന്നെ പാലൊക്കെ കൊണ്ടുപോകാനുള്ള വലിയ ട്രാക്ടറിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു സാധനമൊക്കെ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ക്ലിയറായിട്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് വീട്ടിലിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങിയാൻ തോന്നി. ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ നമ്മൾ അടുത്തായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരു ദിവസം നന്നായി സ്പെൻഡ് ചെയ്തു. ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തിൻ്റെ കാര്യം, ലീവിൻ്റെ കാര്യം തീരുമാനമായി. ദാറ്റ്സ് ഇറ്റ്.